പ്രശാന്ത്, ഈ ഹണി റോസിനെതിരെ നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരെല്ലാം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും, അതായത് ബോച്ചയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ബോച്ച ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് വരെ വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പുരുഷന്മാർക്കും ഒരു സംഘടനയുണ്ട്, അവർക്കും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണല്ലേ കാര്യങ്ങൾ. ഈ സംഘടന കുറച്ച് നാളുകളായിട്ടുണ്ട്. മെൻസ് ഓൾ കേരള, അതിന്റെ പേര് സാറേ ഓൾ കേരള മെൻസ് അസോസിയേഷൻ. അതിന്റെ ഒരു നേതാവൊക്കെ ഉണ്ട്. അതെ അതെ അതെ, അദ്ദേഹം പിന്നെ അജിത് കുമാർ വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് അദ്ദേഹം നിരന്തരം ചാനൽ ചർച്ചയിലൊക്കെ വരികയും ചാനൽ ചർച്ചയ്ക്കകത്ത് പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുകയും അപ്പോൾ സ്ത്രീകളുടെ ഭാഗം പറയുന്ന സ്ത്രീകളുമായിട്ട് കൊമ്പ് കോർക്കുന്ന ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നതിനകത്ത് കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഹണി റോസിനെ ആക്ഷേപിക്കുന്നു, ഹണി റോസിൻ്റെ വസ്ത്രധാരണം എന്നുള്ളതിനെ പറ്റിയൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അവർ സമൂഹത്തിനകത്ത് അവർ കൊടുക്കുന്ന സന്ദേശം ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനമാണ്. പിന്നെ ഓരോരുത്തരുടെ വിലയിരുത്തലനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ വരും. പക്ഷേ പുരുഷന്മാരെ നീതി അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പം നിയമം എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് പുരുഷന്മാർ ഈ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്, പുരുഷന്മാരനുഭവിക്കുന്ന പീഡനം വളരെ കൂടുതലാണ് സാറേ. അത് കേൾക്കാനാളില്ല, അല്ലെങ്കിൽ അത് കേട്ടിരിക്കാൻ താല്പര്യമില്ല. സ്ത്രീകളുടെ ഒരു പീഡനം കേൾക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ കേട്ടിരിക്കാൻ താല്പര്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനം കേൾക്കാനും കേട്ടിരിക്കാനും ഒന്നും പുരുഷന്മാർക്കും താല്പര്യമില്ല. ഇത് അനുഭവിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണെങ്കിലും ഇതിപ്പോൾ ഈ പണ്ട് പറയുന്ന ഒരു ചൊല്ലിപ്പോൾ മാറുമെന്ന് തോന്നുന്നല്ലേ, ഇലയെന്നും ഉള്ളിൽ വീണാലും ഉള്ളി എന്ന ഇലയിൽ വീണാലും ഇലയ്ക്കല്ല മുള്ളിനാ കേട്. അപ്പം ഇത് എവിടെ ചെന്ന് പറയാൻ പറ്റും? ഈ ഗാർഹിക പീഡനം വളരെ കൂടുതലായിട്ട് ഈ പുരുഷന്മാരുണ്ട്. ഞാനതിന് വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞുതരാം സാറിന്. അപ്പം ഞാൻ പണ്ട് അല്ലെങ്കിൽ സംഘടനാ രംഗത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരിടത്ത് ചെന്നിട്ട് അപ്പോൾ ഒരു പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും നടത്തുന്ന ഒരു കട, ചായക്കട, അവർ രണ്ടുകൂടെ ഫാമിലിയായിട്ട് നടത്തും. അതിൻ്റെ പുറയിലാണ് താമസം. അപ്പോൾ എന്നും ചെല്ലുമ്പോൾ അപ്പം നമ്മുടെ ഈ യുവജന സംഘടനയുടെ ആളായതുകൊണ്ട്, ഏതാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നില്ല, ഒരു പ്രമുഖ പാർട്ടിയുടെ യുവജന സംഘടനയുടെ ആളാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയും എൻ്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങേരെന്നെ എന്നും ഇടിക്കും തൊഴിക്കും, ഭയങ്കര പ്രശ്നമാണ്, കുടുംബ പ്രശ്നം നമ്മുടെ അടുത്ത് പറയാം. അപ്പോൾ ഈ ഒരുമാതിരി ഈ സാധാരണക്കാരൻ്റെ വിഷയങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയും, അപ്പം നമ്മളവിടെ വെച്ച് അവർ ഇത്രയും പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് സ്വാതന്ത്ര്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. മക്കളൊക്കെ എനിക്ക് തോന്നുന്നു അവരവിടെ വഴിക്ക് പോയേക്കുന്നത്, കാരണം ഒരു പാവം പിടിച്ച കുടുംബമാണ്. അപ്പോൾ ഇവർ നമ്മെ അന്വേഷിച്ച് കഴിയുക. അപ്പോൾ ഈ നമ്മൾ പറയുമ്പം ഈ അപ്പൂപ്പനെ കണ്ടാൽ മുഖം കണ്ടാൽ നല്ല ചൈതന്യമൊക്കെ ഉള്ളൊരു ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഒരു 10-65-70 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ഒരു 65 വയസ്സ് ഈ അമ്മയ്ക്കും കാണും. അപ്പോൾ ഇവരെ കണ്ടാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുഖം നോക്കുമ്പോൾ ഓരോരുത്തരെ പറയാം ക്രൂരയാണെന്നും, ഓരോരുത്തരെ പറയല്ലേ നല്ല കാണാനൊരു ചൈതന്യം. ഇവരെ കണ്ടാൽ ഒരു നല്ല ക്രൂര അല്ലെങ്കിൽ മുഖത്തിന് അത്രയ്ക്കൊരു ഇതുണ്ട്. അപ്പം എന്നും വൈകിട്ട് ഈ സംഭവം വിളിച്ചുപോലും കേൾക്കാം. ഈ പെണ്ണുപിള്ളയോട് ഭയങ്കര വിളിച്ചുപോലെ കടയടച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിത് നമ്മുടെ പിള്ളേരെടുത്ത് പറഞ്ഞിട്ട്, അപ്പം നമ്മൾ നേതൃത്വം കൊടുക്കുന്ന പിള്ളേരെടുത്ത് പറഞ്ഞിട്ട്, ഇത് എന്തുവാ സംഭവം നമ്മളൊന്നും അറിയണമല്ലോ, ഈ തള്ള ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയുവാ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനൊന്നും ഇല്ല കുഞ്ഞ്, ഇങ്ങനൊന്നും ഇല്ല കുഞ്ഞ്, അതിനകത്ത് നമുക്ക് ഇടപെട്ടേ വെക്കത്തുള്ളൂ. ഒരു ഇത്രയും പ്രായമുള്ള സ്ത്രീ, ചെറുപ്പക്കാരും എല്ലാം പിന്നെ ആരോഗ്യം കൊണ്ട് ഇടികൊള്ളാരെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി പിള്ളേരെല്ലാം കൂടെ അല്ലെങ്കിൽ അതിന് തീണ്ട. അപ്പം നിരന്തരമായിട്ട് സംഘർഷവും അല്ലെങ്കിൽ വിളിച്ചുപോലും ഉണ്ടായതിന് സമയമുണ്ട്, നമുക്കറിയാം. നമ്മളവിടെ കാത്തു നിന്നു. അവസാനം ഈ ചെറിയ വീടും സംവിധാനവും ഒക്കെയാണല്ലോ. ഈ വെള്ളം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ പിള്ളേരെ മണ്ടയ്ക്കൂടെ കയറി വെന്റിലേറ്റർ പോലെ സംഭവം നോക്കിയപ്പോൾ എൻ്റെ പൊന്ന് സാറേ, ഈ മുതുക്കനെ കുനിച്ച് നിർത്തി ഈ ആക്കം പൂക്ക ഈ പെണ്ണുമ്പോൾ ചിരിക്കാൻ പറയല്ലോ, ഇടിച്ചിട്ട് ഇവരങ്ങ് വിളിച്ചു ഓരോ ഇടിക്കും. സിനിമയിൽ കാണുന്നല്ലോ, ഓരോ ഇടിക്കും. എൻ്റെ എന്നെ കൊല്ലുന്നേ. ഈ പാവം പിടിച്ച മുടുക്കൻ ഇടി മേടിച്ചിട്ട് പുള്ളി ഉണ്ടായിരിക്കുക. ഇതാണപ്പോൾ എന്നും നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഇതൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് ഇപ്പം ഇയാൾ പറയുന്ന കേസുകൾക്ക് ഇത് വ്യത്യസ്തമായ കേസ്. വസ്ത്രധാരണത്തിൻ്റെ പേരിൽ അദ്ദേഹം ഡബിൾ മീനിങ് പറഞ്ഞോ ഇല്ലയോ, അതിനകത്ത് കേസ് നിയമപരമായിട്ട് എടുക്കേണ്ടത് അവരുടെ മൊഴി അനുസരിച്ച്
കേസെടുക്കുമ്പോൾ പോലീസ് അവരുടെ മൊഴി അനുസരിച്ച് കേസെടുക്കുമ്പോൾ അവർ 164 കൊടുക്കുമ്പോൾ അതിനകത്ത് ജാമ്യം കിട്ടാത്ത വകുപ്പുണ്ട്. പോലീസ് മുൻകൂർ ജാമ്യത്തിന് ഇടം കൊടുക്കാതെ ബോച്ചയെ പിടിച്ചകത്തിട്ടുണ്ട്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യത്തിന് ഇടം കൊടുത്തായിരുന്നെങ്കിൽ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാണ്. ഇതിപ്പം അവർ ഒരു വനിതാ മജിസ്ട്രേറ്റ് ആയിരുന്നു, അവിടെ ചെന്നപ്പോൾ അവർ ഇതെല്ലാം കേട്ടു. ഇദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഡബിൾ മീനിങ് പറയുന്ന ആളാണല്ലോ, അവർ ജാമ്യം അനുവദിക്കേണ്ട കാര്യം അവർക്കില്ല, അവരുടെ വിവേചനാധികാരം. അതേസമയം മുൻകൂർ ജാമ്യത്തിന് പോയായിരുന്നെങ്കിൽ മാറിയുന്നതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് പോയായിരുന്നു ഒരു പക്ഷേ ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ ജാമ്യം കിട്ടിയേനെ, ന്യായം വാദിക്കാനുള്ള സമയം കിട്ടുമല്ലോ. ഇനിയും പുള്ളി കസ്റ്റഡിയിലായതുകൊണ്ട് ഇനിയും ജാമ്യം അടുത്ത ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതുപോലെ ഈ പറയുന്നത് പോലെ ഈ പുരുഷന്മാരുടെ വിഷയം, അപ്പം ഈ ബോച്ചയുടെ വിഷയത്തിനകത്ത് ഈ പറയുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഈ പുരുഷ സഹായ അല്ലെങ്കിൽ പുരുഷന്മാരുടെ നേതാവായിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇറങ്ങി വരുമ്പം അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കും. ഇതിനു മുമ്പ് ഒരു മുസ്ലിം പയ്യൻ വണ്ടിക്കകത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ അശ്ലീലം കാണിച്ചു, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ സിബ് തുറന്ന് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിവാദമായ കാര്യം സാറിന് അറിയാമോ? അറിയാമല്ലോ. അപ്പം ആ പെൺകുട്ടി ഇതുപോലെ ഈ അല്പവസ്ത്രധാരിയായിരുന്നു, അല്ലെങ്കിൽ അത് അല്പവസ്ത്രധാരിയാണോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഇങ്ങനെ വണ്ടിക്കകത്ത് വെച്ച് കാണിച്ചു. ഈ പയ്യനെ വണ്ടിക്കാരെല്ലാം കൂടെ പിടിച്ചു, നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായി ആ പെൺകുട്ടി ഡയറക്റ്റ് വന്ന് അങ്ങ് വൈറലായ ഒരു സംഭവം. യഥാർത്ഥത്തിൽ ആ സംഭവത്തിനകത്ത് ആ പയ്യനൊന്നും കാണിച്ചിട്ടില്ല. ഇത് ഈ പയ്യൻ അവിടെ നിൽക്കുകയും വണ്ടിക്കകത്ത് നിൽക്കുകയും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ശരി തെറ്റുകളൊന്നും നോക്കത്തില്ലല്ലോ. ഇതിൻ്റെ പുറകെ നിൽക്കുന്നവന് ഇത് കാണിക്കാൻ നിൽക്കുവാണെങ്കിലും പുരുഷന്മാരുടെ ഒരു കാര്യം ഇവരുടെ മുമ്പ് ഹീറോ ആവാൻ വേണ്ടി വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ന്യായമാണോ എന്ന് വിചാരിച്ചു എല്ലാ രീതിയിലും ഇടപെടും. എന്തുമായാലും ഇവൻ പിന്നെ അന്നേരം തന്നെ നാട്ടുകാർ ഓടിച്ചിട്ട് പോലീസിൽ കൊടുക്കുന്നു. പോലീസിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പയ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഇവള് ഇത്തരത്തിൽ ആ സമയത്താണ് ഇല്ലേ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, ഒരു തിരുവനന്തപുരത്ത് ഒരാളെ തല്ലിയ കേസും ഒക്കെ. ഭാഗ്യലക്ഷ്മി അയാൾക്ക് തല്ലു കൊടുത്തതിനകത്ത് ന്യായമുണ്ട്, അതിനകത്ത് നമ്മളെ ന്യായമൊന്നും കാണുന്നില്ല. അയാൾ അത്ര മോശമായിട്ടാണ് സ്ത്രീകളെ ചിത്രീകരിച്ചത്. അപ്പോൾ അങ്ങനെ വൈറലായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു കേസിന് അത്രയ്ക്കൊരു പ്രസക്തിയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഈ പയ്യനെ അവസാനം അതിനകത്ത് ന്യായമുണ്ട്. ഈ പയ്യനെ ഈ സ്ത്രീക്ക് ഇവരിങ്ങനെ ഈ ഡിജിറ്റൽ ക്രിയേറ്ററോ അങ്ങനെയൊക്കെ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഹൈപ്പാവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പം അതിനുവേണ്ടി ഒരു ചെറുക്കനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഈ ഇദ്ദേഹം ചാനലിനകത്തൂടെ അല്ലെങ്കിൽ തെളിവുകൾ ശരിയായിരുന്നു. അവസാനം ഇത് വ്യക്തത വരുത്തിയപ്പം നിരപരാധിയാണ്. നമ്മളൊന്ന് ആലോചിക്കണം, ഇവന് ഈ ഒരു പയ്യൻ്റെ പേരിൽ ഒരു പുരുഷൻ്റെ പേരിൽ മാന്യമായിട്ട് ജീവിക്കും, ഇവൻ്റെ വീട്ടിൽ ആൾക്കാർ വിശ്വസിക്കൂ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ? ആദ്യത്തെ കൺസെപ്റ്റ് ആർക്കും ഒന്നും കേൾക്കണ്ട, അവൻ്റെ ന്യായോ അന്യായോ ഒന്നും കേൾക്കാനില്ല. അവൻ ചെയ്തു കാണും, അല്ലെങ്കിൽ സ്ഥാപിച്ചു, നാട്ടുകാർ സ്ഥാപിച്ചു. ഈ മാന്യമായിട്ടുള്ള ചെറുക്കനാണ്, മനക്കരുത്തില്ലാത്തവനാണെങ്കിൽ ഇവൻ പോയി ആത്മഹത്യ ചെയ്യത്തില്ല. എത്രയോ ആത്മഹത്യയിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നറിയോ? മനക്കരുത്തില്ലാത്ത ഒരു ചെറുക്കനാണ്. ഇപ്പം നവീൻ ബാബു എന്ന് പറയുന്ന ആൾക്ക് പറ്റിയ സംഭവം എന്തോ, അദ്ദേഹം മാന്യനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു ശകലമെങ്കിലും കളങ്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഇനി ജീവിച്ചിരിക്കുന്നില്ല. കാരണം അങ്ങനെ ജീവിക്കാൻ പുള്ളിക്ക് അതുവരെ അങ്ങനെ ജീവിച്ചിട്ടില്ല. അല്ലെങ്കിൽ നല്ലവനാ മാന്യനാ എന്നുള്ള ഒരു പറച്ചില്ല. അപ്പം അതിന് കളങ്കം വരുന്ന ഒരു രീതി വന്നപ്പോൾ അദ്ദേഹം എടുത്ത മാർഗം ആത്മഹത്യ. അതുപോലെ തന്നെ ഇത് ചില ആൾക്കാർക്ക് മനസ്സിന് കരുത്തില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരുടെ അച്ഛൻ്റെ അമ്മയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ രീതിയിൽ നല്ലവനാ അല്ലെങ്കിൽ അതേ രീതിയിൽ അവൻ ശരിക്കും ജീവിച്ചവനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പെടുത്തലിനകത്തൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇയാൾ പറയുന്നതിനകത്ത് ഈ അന്യായമാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഈ ബോച്ചയുടെ കാര്യം, ബോച്ച ഇപ്പം ഈ പറയുന്ന ഡബിൾ മീനിങ് പറഞ്ഞു, അത് ഒരു പക്ഷേ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവർ കേസ് കൊടുത്തു. പക്ഷേ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ കേസ് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഈ പോസ്കോ കേസുകൾ സാറിനറിയാവും, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കേസുണ്ട്. കാരണം ഒരു 73 വയസ്സുള്ള ഒരു വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ ഈ കേസുകൾ ഈ സ്ത്രീ സംരക്ഷണത്തിനും കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ആ കേസുകൾ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പോസ്കോ കേസ്. ഈ മനുഷ്യൻ്റെ ഒരു 1.5 വയസ്സ് 2 വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ്റെ പേര് കേസാവുക. കാരണം സ്വന്തം ബന്ധുക്കൾ അയൽവക്കത്ത് താമസിക്കുന്നവരാ കേസാക്കി. കേസിൻ്റെ മൊഴി കൊടുക്കുന്ന തള്ളയാ. 1.5 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മൊഴി കൊടുക്കുന്ന തള്ളയാ അല്ലെങ്കിൽ തള്ളയാണ് പ്രധാനമായിട്ട് മൊഴി കൊടുക്കുന്നത്. ഈ മൊഴിക്ക് അടിസ്ഥാനത്തിൽ കേസിനകത്ത് യാതൊരു മെറിറ്റും ഇല്ലെന്ന് ഉദ്യോഗസ്ഥന് തോന്നിയാൽ പോലും കേസെടുത്തു. ഈ മനുഷ്യൻ സെല്ലിനകത്തായിപ്പോയി. ഇദ്ദേഹത്തെ കാണാൻ അവിടുത്തെ പൗരപ്രമുഖർ എല്ലാ പാർട്ടിക്കകത്തെ ആൾക്കാർ നിരന്തരം ചെല്ലുക. എടുത്ത പോലീസിനും അറിയാം ഈ കേസ് വ്യാജമാണെന്ന്. നേരത്തെ ഇപ്പം പിന്നെ വ്യാജമാണോ എന്ന് വളരെ കൃത്യമായിട്ട് തിരക്കി അറിഞ്ഞതിന് ശേഷം കേസെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ കാര്യമാകുമ്പോൾ തള്ള കൊടുക്കുന്ന മൊഴി വലിയ പ്രസക്തമാണ്. അതെ, ഒന്നും വേണ്ട, പീഡിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിലും അവിടെ എവിടെയും മുഖ്യഭാഗങ്ങൾ തൊട്ട് മറ്റു നിറച്ചതെന്ന് പറഞ്ഞാൽ തള്ള പറഞ്ഞാൽ അല്ലേ ഞാൻ കണ്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ
കേസെടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ ഈ അവരുടെ ഭാഗം ജയിക്കാതിരുന്നപ്പോൾ, ന്യായം ഇദ്ദേഹത്തിൻ്റെ ഭാഗമായപ്പോൾ കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്രാകൃതമായ ഒരു അവസ്ഥ. എന്നാൾക്കതുപോലെ ഒരു കേസ് വിധി വന്ന സാറ് കണ്ടിരുന്നത്, ഭാര്യ സ്വന്തം കുഞ്ഞിനെ തച്ചൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പുറയിൽ കൃത്യമായിട്ടൊരു വക്കീലുണ്ടായിരുന്നു, തെളിവ്. അയാൾ അകത്ത് പോയി, നാട്ടുകാർ മൊത്തം പഴിച്ചു. കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരച്ഛനെന്ന് പറയുമ്പോൾ സമൂഹം പിന്നെ എങ്ങനെ അദ്ദേഹത്തെ കാണും? അവസാനം 10 കൊല്ലത്തിന് ശേഷം കോടതി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ വെറുതെ വിടുകയാണ്. ഈ ഭാര്യ എന്ന് പറഞ്ഞ ആൾ ഈ ഭർത്താവിനോട് പക തീർത്തതാണ് ഈ കേസ് കൊടുപ്പിച്ചത്. എന്നിട്ടും പിന്നെ ഈ വെളിയിൽ വന്നാലും കോടതി പറഞ്ഞാലും ചില ആൾക്കാർ പറയുന്നത് എന്തുവാ, പർപ്പസ്ഫുള്ളി അവൻ ചെയ്ത് കാണും, കോടതിയിൽ അവൻ്റെ കാശിൻ്റെ ബലം കൊണ്ടും വക്കീലിൻ്റെ ബലം കൊണ്ടും രക്ഷപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരുടെ ഭാഗം നിന്ന് പറയാൻ ഒരാൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന് കുറവ് വരുമെങ്കിൽ കുറവ് വരട്ടെ. അല്ല, ഇങ്ങനത്തെ ഈ കേസുകൾ ന്യായമായിട്ട് കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ ന്യായമായിട്ട് ഉപയോഗിക്കേണ്ട കേസുകൾ വ്യാജമായിട്ടും അല്ലെങ്കിൽ തെറ്റായ രീതിയിലും സ്ത്രീകളുടെ ഭാഗമായിട്ടിരിക്കുന്ന കേസുകളും കുഞ്ഞുങ്ങളുടെ പോസ്കോ കേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നടക്കുന്ന കേസുകൾ വെളിച്ചത്ത് വരുന്നുമില്ല. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് 68 or 69 പേര് പീഡിപ്പിച്ചു. ഇതിനെ ഭയപ്പെടുത്തി വെച്ചിരുന്നായിരിക്കും. ഇപ്പോഴത് ആരുടെയോ പറയുന്ന പോലെ എങ്ങനെ വെളി വന്നപ്പോഴും ഇത്രയും പേര് അറിയുന്നത്. അപ്പോൾ അത് പീഡനം എത്ര കാലം കൊണ്ട് നടക്കുന്ന പീഡനം? ഇപ്പം ചോദിക്കുക എന്താ 5 കൊല്ലം, പക്ഷേ അത് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു പ്രഷറോ മറ്റു കാര്യങ്ങളോ എല്ലാം കാണും. അപ്പം യഥാർത്ഥ പീഡനങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാതെ പോവുകയും ഇത് പ്രയോജനപ്പെടുത്തി ആൾക്കാരെ പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കേസുകൾ, പോസ്കോ കേസുകളും സ്ത്രീപീഡന കേസുകളും വരുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇനി ഏതായാലും ഈ ഹണി റോസിന്റെ വീട്ടിലേക്ക് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിഷേധ മാർച്ച് നടത്താൻ പോകും. അതെ, അപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹണി റോസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണ്. ബോച്ചയാണ് ശരി, ബോച്ചയൊന്നും പറഞ്ഞില്ല. ബോച്ചെ, ഹണി റോസ് ഈ കേസുകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തിന്റെ കേസ് ഉപയോഗിച്ച് വ്യാജമായിട്ട് അകത്ത് ഇട്ടു എന്നാരോപിച്ച് ആണുങ്ങൾക്കും നീതി ലഭിക്കണം, ന്യായമല്ലാത്ത കാര്യങ്ങൾ പോലീസ് അതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റുകൾ ആലോചിച്ചതിന് ശേഷം കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന പോലെ ഹണി റോസിൻ്റെ വീട്ടിലേക്ക് മാർച്ചാണ്. ഇതൊരു വലിയ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായിട്ടും, അല്ലെങ്കിൽ വളരെ കാലം മുമ്പ് ഈ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഓരോ കേസിനും ഈ സംഘടന ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സർവ്വരാജ്യ ആണുങ്ങളെ സംഘടിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.